എനിക്കിപ്പം 50 years ആണ്. എനിക്ക് 50 വയസ്സായി. ഞാനായിരിക്കും ചിലപ്പോൾ ഈ ക്ലാസ്സിലെ ഏറ്റവും മുതിർന്ന ആളെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോഴ് ഞാനൊരു സ്കൂളിലെ ടീച്ചറാണ്, അതായത് പ്രൈമറി സ്കൂളില്. ഞാൻ ബികോം ആയിരുന്നു പഠിച്ചത്. എനിക്ക് ഒരു ലാംഗ്വേജ് പഠിക്കണമെന്ന് തോന്നി, കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. എന്നെ കൊണ്ട് ഇനി പറ്റത്തില്ല, ഇത്രയും പ്രായമൊക്കെ ആയിട്ട് ഇനി പറ്റത്തില്ല എന്ന് തോന്നി. അപ്പോഴും എന്റെ മക്കളുടെ ഒരു സപ്പോർട്ടിലാണ് ഞാൻ ഇതിലേക്ക് വന്നപ്പോഴും എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ മാമിന്റെ ഒരു ഫുൾ സപ്പോർട്ടാണ് എന്നെ വീണ്ടും ഇതിലേക്ക് ഒരു ക്ലാസ് കേൾക്കാനും എല്ലാം. കാര്യം വേണ്ട, എനിക്ക് പറ്റത്തില്ല എന്ന് വെച്ച് ഞാൻ ഓരോ ദിവസം ഒഴിഞ്ഞു മാറുമ്പോഴും, കാര്യം എന്റെ സാറ്റർഡേ ആകുമ്പോഴത്തേക്കും മാം വിളിക്കുമല്ലോ, എന്ത് ഞാൻ മറുപടി പറയും എന്ന് വെച്ച് ഞാൻ ഓരോ ദിവസം ക്ലാസ് കേൾക്കാൻ തുടങ്ങി. അങ്ങനെ ആദ്യമൊക്കെ കേൾക്കുമ്പോഴൊന്നും എനിക്കൊന്നും ഒരു പിടിയും കിട്ടത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കേട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഓറിയന്റൽ ക്ലാസ് എല്ലാം വളരെ നല്ലതായിരുന്നു, വളരെ നല്ലതാണ്. അപ്പോഴേ പഠിത്തത്തിന് പ്രായം ഒരു തടസ്സമേ അല്ല എന്നുള്ളൊരു കാര്യം ഞാൻ ഇതിലൂടെ പഠിക്കാൻ എനിക്ക് പറ്റി. എത്ര ഏജ് ചെന്നാലും നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ആഗ്രഹം കാണുമല്ലോ, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് അങ്ങനെ ആവാൻ പറ്റില്ല. അപ്പോൾ ഏജ് ഒരു തടസ്സമേ അല്ല. നമ്മൾ എത്ര ഏജിൽ എത്ര പ്രായം ചെന്നു കഴിഞ്ഞാലും നമ്മുടെ സ്വപ്നങ്ങൾ നമുക്ക് നിറവേറ്റാൻ കഴിയും എന്നാണ് എനിക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എനിക്ക് നിങ്ങളോട്, അല്ലെങ്കിൽ മാമിനോടായാലും എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വളരെ സന്തോഷക്കാരി. എനിക്ക് ഇവിടെ വരെ എത്താൻ പറ്റുമെന്ന് എനിക്ക് വിചാരിച്ചില്ല. കാര്യം ഈ ഒരു ക്ലാസ്സിൽ കയറാനോ അല്ലെങ്കിൽ ഇതിന് ഇനി കംപ്ലീറ്റ് ചെയ്യണം. പക്ഷെ എനിക്കിപ്പോ ഒരു മനസ്സിലൊരു വാശിയുണ്ട്, എനിക്കിത് കംപ്ലീറ്റ് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ചെയ്യണം എന്നുള്ളൊരു വാശി ഉണ്ട്. അപ്പോഴത് പൂർത്തിയാക്കാൻ പറ്റുമെന്നാണ് എന്റെ വിശ്വാസം. താങ്ക് യു.